നീറ്റ് ചോദ്യപേപ്പർ വിവാദത്തിന് പിന്നാലെ പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം വിജ്ഞാപനമിറക്കി തലയൂരാൻ കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. ഫെബ്രുവരിയിൽ പാസാക്കിയ നിയമമാണ് മൂന്നാം മോദി സർക്കാർ തിടുക്കപ്പെട്ട് പ്രാബല്യത്തിലാക്കിയത്. സർക്കാരിനേറ്റ ആഘാതം മറികടക്കാനുള്ള ശ്രമമാണിതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പരീക്ഷകളിൽ ആൾമാറാട്ടം, ഉത്തരക്കടലാസ് തിരിമറി, രേഖകളിലെ തിരിമറി, റാങ്ക് ലിസ്റ്റ് അട്ടിമറി, ചോദ്യപേപ്പർ ചോർച്ച എന്നിങ്ങനെ ക്രമക്കേടുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതാണ് നിയമം. നിയമലംഘകർക്ക് 10 വർഷം വരെ തടവും 1 കോടി രൂപ പിഴയും ലഭിക്കും. വഞ്ചനയ്ക്ക് 3 മുതൽ 5 വർഷം വരെ തടവും, സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 5 മുതൽ 10 വർഷം വരെ തടവും ലഭിക്കും. സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തിയാൽ സ്ഥാപനത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തുവരുമ്പോഴാണ് ഫെബ്രുവരിയിൽ പാർലമെന്റ് പാസാക്കിയ നിയമം തിടുക്കപ്പെട്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത്. സർക്കാരിനേറ്റ ആഘാതം മറികടക്കാനുള്ള ശ്രമമാണിതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നിയമം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ക്രമക്കേട് നടന്നതിന് ശേഷമാണ് നിയമം പ്രാബല്യത്തിലായതെന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയരുമ്പോഴാണ് വിജ്ഞാപനമിറക്കി മുഖമൊരുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം. കൈരളി ന്യൂസ്, ദില്ലി.